നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിൻ്റെ റിക്വസ്റ്റായിട്ട് നിങ്ങൾ എടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് നിന്ന് നമ്മളൊരു വാർത്ത കേട്ടത്. 5 വയസ്സുള്ള ഒരു പൊന്നുമോൻ കിടക്കയിൽ കിടന്ന് മൂത്രമൊഴിച്ചതിൻ്റെ പേരിൽ രണ്ടാം അമ്മയായിട്ടുള്ള ഒരു വൃത്തികെട്ട സ്ത്രീ എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു കൂതറ പിഴച്ചവൾ ഇവള് ആ കുഞ്ഞിനെ ചട്ടുകം പഴിപ്പിച്ച് പൊള്ളിച്ചു എന്നുള്ളൊരു വാർത്ത വന്നായിരുന്നു. ശരിക്കും ആ ഒരു വാർത്ത കണ്ടിട്ട് ഞാനത് ചെയ്യാൻ പോലും തയ്യാറായില്ല. കാരണം എനിക്ക് അത്രത്തോളം എൻ്റെ മനസ്സിനെ വല്ലാണ്ട് വിഷമിപ്പിച്ച്, നമ്മുടെ മക്കളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മക്കളായിക്കോട്ടെ, ആ കുഞ്ഞുങ്ങളൊന്ന് വീണ് അവരുടെ കാലൊക്കെ ഒന്ന് പൊട്ടുക വല്ലതും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം വേദന ഉണ്ടാവും അല്ലേ. ആ സ്ഥലത്താണ് 5 വയസ്സുള്ള ഒരു കുഞ്ഞ് മൂത്രമൊഴിച്ചതിൻ്റെ പേരിൽ ആ കുഞ്ഞിനെ ചട്ടകം പഴിപ്പിച്ച് വെക്കുമ്പോൾ ഇവളെ നമ്മൾ എങ്ങനെയാണ് സ്ത്രീ എന്ന് വിളിക്കുന്നത്? ഇത് ചെയ്തത് ഒരു മുസ്ലിം സ്ത്രീയാണ് കേട്ടോ. അതുകൊണ്ട് പറയാൻ പാടില്ല എന്നൊന്നുമില്ല. തെമ്മാടിത്തരവും തെണ്ടിത്തരവും കാണിച്ചിട്ടുള്ള ഈ പിഴച്ചവൾക്കെതിരെ കേരളത്തിലെ പൊതുസമൂഹം സംസാരിക്കണം. ഇവളൊന്നും പുറംലോകം കാണാൻ പാടില്ല. ഇവളെയൊക്കെ കാലാകാലം അകത്തിട്ട് ഇവളെയൊക്കെ കൊടുക്കാവുന്നതിൻ്റെ പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണം. കഴിഞ്ഞ ദിവസം ദുബൈയിൽ നിന്നുള്ളൊരു വാർത്ത നമ്മളെല്ലാം കേട്ട് നമ്മുടെ ചങ്ക് പൊട്ടിപ്പോയതല്ലേ. ഒരു കുടുംബത്തിലെ 7 പേര് ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് 4 പൊന്നോമന മക്കൾ ആ അപകടത്തിൽ മരണപ്പെട്ടപ്പോൾ ബെന്നി എന്ന് പറയുന്ന ഒരു പരമനാറി, ഒരു ക്രിസംഗി നായ, അവൻ ഇട്ട ഒരു പോസ്റ്റ്, ജാതി മത ഭേദമന്യേ എല്ലാവരും അതിനെ വിമർശിച്ച് രംഗത്ത് വരും നമ്മൾ കണ്ടതല്ലേ. അവനിട്ട പോസ്റ്റ് എന്തായിരുന്നു? പന്നി പെറ്റു കൂട്ടുന്നത് പോലെ കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, ഇനിയും നിനക്കൊക്കെ പെറാവല്ലോ, പിന്നെന്താ പോയാലെന്ന് ചോദിച്ചിട്ടിട്ട അവന് മനുഷ്യനായിട്ട് ഇവിടെ ഏതെങ്കിലും ഒരാൾ കാണുന്നുണ്ടോ? അതേ കാറ്റഗറിയിൽപ്പെട്ടതല്ലേ ഈ വൃത്തികെട്ട സ്ത്രീയും. അപ്പൊ ഇവരെ കുറിച്ചിട്ട് ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ, അതൊരു മുസ്ലിം അല്ലാത്ത ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതെങ്ങനെയാണ് വർഗീയത എന്ന് സീക്രട്ട് ഏജന്റ് സായി എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരൻ ഈ ഒരു വിഷയത്തെ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പങ്കുവച്ചപ്പോൾ മുസ്ലിം നാമധാരികളായിട്ടുള്ള ചില പരമനാറികൾ വന്നിട്ട് ഈ സായിയുടെ പോസ്റ്റിന്റെ താഴെ കൊണ്ടുവന്നിട്ട് ചില കമന്റുകൾ ഇടുന്നുണ്ട്. നീ വർഗീയവാദിയാണ്, നീ മറ്റതാണ്, തേങ്ങാക്കൊരടാ നാറികളെ നിങ്ങളോട് പറയാനുള്ളത്. ഈ സീക്രട്ട് ഏജന്റ് സായി ആ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ചില മുസ്ലിം നാമധാരികളായിട്ടുള്ള നാറികൾക്ക് കുരുപൊട്ടി. കാരണം ഈ ചെയ്ത പെണ്ണെന്ന് പറയുന്നത് ഇവളൊരു മുസ്ലിമാണ്, ഇവളൊരു പർദ്ദ ഇട്ട ഒരു മുസ്ലിം ആയതുകൊണ്ട് അവള് കാണിച്ച തെറ്റ് അത് തെറ്റാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ താഴെ വന്ന് കമന്റ് ഇടുന്ന നാറികളോടാണ് എനിക്ക് പറയാനുള്ളത്. സായി എന്ന് പറയുന്ന മനുഷ്യനെ നിനക്കൊന്നും അറിയില്ല. സായി ആരാണെന്നും സായി എങ്ങനെയുള്ള ആളാണെന്നും സായിക്ക് ഈ മതങ്ങളോട് ഏത് രീതിയിലാണ് സായി പോകുന്നതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. കാരണം സായി എൻ്റെ കുടുംബത്തിൽ വന്നിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. സായിയെ പോലുള്ളവനെയൊക്കെ വിമർശിക്കുന്നവനൊക്കെ ഉണ്ടല്ലോ, മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, തെറ്റ് കാണിച്ചാൽ അത് തെറ്റാണെന്ന് പറയുന്നവനാണ് ആൺകുട്ടികളാണെന്ന് ഞാൻ പറയും. എന്താണേലും ഈ കമന്റ് ഇട്ട നാറിക്ക് നമ്മുടെ സായി നല്ല അടിച്ച് അവൻ്റെ അണ്ണാക്കി കയറ്റി കൊടുക്കുന്ന ഒരു മാസ് മറുപടി കൊടുത്തിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നമുക്ക്. ഇന്ന് രാവിലെ ഈ ഒരു ന്യൂസ് കണ്ടിന്റെ ടെമ്പർ തെറ്റി. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് 5 വയസ്സുകാരിയെ ചട്ടുകം ചൂടാക്കി പൊള്ളിച്ചു. പാലക്കാട് രണ്ടാനമ്മ കസ്റ്റഡിയിൽ. 5 വയസ്സാണ് ഈ കുട്ടിക്കുള്ളത്. ഈ കുട്ടിയെ നിരന്തരം രണ്ടാനമ്മ ഇത്തരത്തിൽ പീഡിപ്പിക്കാറുണ്ട്, ദ്രോഹിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം കുട്ടി അങ്കണവാടിയിൽ എത്തുന്നു. അവിടെ എത്തിയിട്ടും കുട്ടിക്ക് ശരിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, വലിയ ബുദ്ധിമുട്ട്. അപ്പോഴാണ് അങ്കണവാടി ടീച്ചർ എന്താണ് കാര്യമെന്ന് ചോദിച്ചത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് പൊള്ളലേറ്റ നിലയിൽ കണ്ടത്. കൂടുതൽ കുട്ടിയോട് സംസാരിച്ചപ്പോഴാണ് കുട്ടി രണ്ടാനമ്മയുടെ ക്രൂരതയെ പറ്റി തുറന്നു പറയുന്നത്. 2 ദിവസം മുമ്പ് കിടക്കയിൽ മൂത്രമൊഴിച്ചിരുന്നു, ഉറക്കത്തിൽ അറിയാതെ. ഇതിൽ വലിയ തരത്തിൽ കുട്ടിയോട് വഴക്ക് പറഞ്ഞു. അതിനുശേഷം ഒരു ചട്ടുകം എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിനുശേഷം പൊള്ളിക്കുകയാണ് ഉണ്ടായതെന്ന് കുട്ടി ഈ അങ്കണവാടി ടീച്ചറോട് പറയുകയാണ്. മനുഷ്യന് ചെയ്യാൻ പറ്റുമോ ഈ പ്രവൃത്തി? രണ്ടാനമ്മ ഒന്നാനമ്മ അങ്ങനെയൊന്നുമല്ല, മനുഷ്യന് ചെയ്യാൻ പറ്റൂ. ഇത് കണ്ടപ്പോ എനിക്ക് ടെമ്പർ തെറ്റിയിട്ട് ഞാൻ ഇതിന്റെ അടിയിൽ പോയിട്ട് തെറി വിളിച്ചിട്ട് ഈ നാറിച്ചി മോളെന്റെ കൈ കിട്ടിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചള്ളയടിച്ചു കൂട്ടി. ഇതിനടിയിൽ ഒരുത്തം വന്നിട്ട് എനിക്ക് തിരിച്ച് റിപ്ലൈ ഇട്ടിക്കാം. എന്താ ധൈര്യമുണ്ട് മൈരെ നിന്റെ വീട്ടിൽ പറയുന്ന തീട്ട വർത്താനം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പുലമ്പുന്നത്? അപ്പൊ ഞാൻ വിചാരിച്ചു, ഓയ്യോ ഒന്നും പറയാത്ത ഒരു തെറിയും വിളിക്കാത്തവനാണ് മൈര എന്ന് കുറച്ച് ഇന്ന തെറി വിളിച്ചിട്ട് പോയത്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇവന്റെ പിന്നിൽ എന്തോ വേറെ ഇന്റൻഷനാണ്. കാരണം തട്ടമിട്ട സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവന് പൊള്ളിയതാന്നുള്ളത് ഞാൻ മനസ്സിൽ വെച്ചു. ഞാൻ പിന്നെ പറയാൻ പോയി കഴിഞ്ഞാൽ വർഗീയതയാവും, അല്ലെങ്കിൽ അത് വേറെ പലതുമായിട്ട് ആൾക്കാർ എടുക്കൂലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പരനാറി മുനീർ സി അവന്റെ പ്രൊഫൈൽ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അവന്റെ കുട്ടികളുടെ ഫോട്ടോ ഉള്ളതുകൊണ്ട് ഞാൻ അതിന്റെ മുകളിൽ സ്മൈലി ഒട്ടിച്ചത്. ഇവൻ എന്റെ പേഴ്സണൽ ഇൻബോക്സിൽ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ ഇവൻ ഇങ്ങോട്ട് വന്ന് മെസ്സേജ് അയച്ചാണ് ഈ ഇരിക്കുന്നത്. ഫുള്ള് തെറിയും വിളിച്ച് എൻ്റെ വീട്ടിൽ കയറി അടിക്കും, ഈ എൻ്റെ തെറി വിളിക്കും. ഓനാ എൻ്റെ ആദ്യം തെറി വിളിച്ച്, എന്നിട്ടാണ് ഞാൻ അവനെ തിരിച്ച് തെറി വിളിക്കുന്നത്. എന്നിട്ട് ഇവൻ ലാസ്റ്റ് എന്നോട് പറഞ്ഞു പോയൊരു ഡയലോഗ് ഉണ്ട് ഇതിൻ്റെ അടിയിൽ. അപ്പം എനിക്ക് കൺഫേം ആയി ഞാൻ ചിന്തിച്ചത് ശരിയാണ്. കാരണം തട്ടം വിട്ട താത്താനെ തെറി വിളിച്ചപ്പോൾ ഓന് പൊള്ളിയതാണ്. ഓനോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ കോളനി ഭാഷ ഇവിടെ ഉപയോഗിക്കല്ലേ, നിന്റെയൊക്കെ വർഗത്തെ തൊട്ടാൽ കൈ നാറും.
ഇന്റെ വർഗം ഏതാടാ? അന്റെ തന്തി നാളെ എന്റെ വാപ്പി ഉമ്മിയുള്ള സെയിം വർഗ്ഗമുള്ള നായ എന്റേതും. മനസ്സിലായ എനിക്ക്? അതേ വർഗം, മനുഷ്യവർഗം, പട്ടിയെ പൂച്ചയൊന്നല്ല. ഇനി അത് കഴിഞ്ഞിട്ടുള്ള അവന്റെ തിരിച്ചുള്ള റിപ്ലൈ കേട്ടോ. ഞങ്ങളുടെ സമുദായത്തിന് മുന്നിൽ വരാൻ നിനക്ക് എന്ത് യോഗ്യത? എന്തിനാടാ യോഗ്യ? എന്ത് സമുദായം? ഈ എന്ത് സമുദായം? മുസ്ലിങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ നാൾ പറയണില്ല പൊന്ന. എന്നിട്ടേ വീട്ടിൽ കയറി അടിക്കും, ഇന്നെ അങ്ങോട്ട് ഒലത്തി കളയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് 10 തേറി തിരിച്ചാണ് കൊടുത്തപ്പോണ്ടല്ലോ. അഡ്രസ് ആയികളാ മാറി ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതാണ്. എൻ്റെ വീട്ടിൽ ഞാൻ വേണം പറഞ്ഞപ്പോ ബ്ലോക്കാക്കി യൂസർ നോട്ട് ഫൗണ്ട് അടിച്ച് പോയിക്കാ മുന്നീർ. അന്നെ അങ്ങനെ ഞാൻ വിടുവോ? ഇമാതിരി വർഗീയ വിഷങ്ങളെ, വർഗീയത മനസ്സിൽ വെച്ച് നടക്കുന്ന വിഷങ്ങൾ. ഇവനെന്തോ ഷോപ്പൊക്കെ ഉണ്ടെന്നാണ്. ഇപ്പൊ എവിടുത്തുകാരൊന്നും എനിക്കറിയില്ല. ഇങ്ങനത്തെ നാറികളെ സൊസൈറ്റിയിൽ നിങ്ങൾ ഒറ്റപ്പെടുത്തിയില്ലെങ്കിൽ ഇവനൊക്കെ നാളെ പൊട്ടൻഷ്യൽ സ്ലീപ്പർ സെല്ലാണ് ഇവനൊക്കെ. വിഷങ്ങളെ, വർഗീയത മനസ്സിൽ വെച്ച് നടക്കുന്ന വിഷങ്ങൾ. ഇവനെന്തോ ഷോപ്പൊക്കെ ഉണ്ടെന്നാണ്. ഇപ്പൊ എവിടുത്തുകാരൊന്നും എനിക്കറിയില്ല. ഇങ്ങനത്തെ നാറികളെ സൊസൈറ്റിയിൽ നിങ്ങൾ ഒറ്റപ്പെടുത്തിയില്ലെങ്കിൽ ഇവനൊക്കെ നാളെ പൊട്ടൻഷ്യൽ സ്ലീപ്പർ സെല്ലാണ് ഇവനൊക്കെ. ഈ മുനീർ എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ സായിക്ക് ഇത്തരം ഒരു കമന്റ് ഇടുമ്പോൾ, ഈ സായി ജീവിക്കുന്ന എവിടാന്നറിയോ? മലപ്പുറം ജില്ലയിലാണ്. സായി മുസ്ലിങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇവൻ കണ്ടു കാണത്തില്ല. മുസ്ലിം സ്ത്രീ ഒരു കുഞ്ഞിനോട് ചെയ്യാൻ പാടില്ലാത്ത അത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൃത്യം ചെയ്തിട്ട് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ സായിയുടെ കുലവും ഗോത്രവും അവന്റെ ജാതിയും ഒക്കെ തെരഞ്ഞു പോന്നടാ പരനാറി മുനീറെ, എടാ നായി, നിന്നെപ്പോലുള്ളവനാടാ ഇവിടുത്തെ സമുദായത്തെ പറയിപ്പിക്കുന്നത്. നീ ഏത് വിഭാഗത്തിൽപ്പെട്ടവളാണ്? നിനക്കൊന്നും ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അട്ടിപ്പറ അവകാശമൊന്നും ഒരുത്തനും തന്നിട്ടില്ല. തന്തയില്ലാഴിയും തെമ്മാടിത്തരം കാണിക്കുന്ന ഏത് ആണെങ്കിലും കൊള്ളാം, അവനിക്കെതിരെ അഭിപ്രായം പറയാന്നുള്ള ഒരു ഇന്ത്യൻ പൗരന്റെ കടമ തന്നെയാണ്. അതാണ് സായിയും പറഞ്ഞിട്ടുള്ളത്. പിന്നെ സായിയെ കുറിച്ച് നിനക്ക് അറിയത്തില്ല. സായി ആരാണെന്ന് നിനക്കറിയത്തില്ല. എനിക്കറിയാം സായി ആരാണെന്നുള്ളതും സായി ഇവിടുത്തെ ആളുകളോടൊക്കെ ഏത് രീതിയിലാണ് പെരുമാറുന്നെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. എന്തായാലും ഇത്തരം ചിന്താഗതി വെച്ച് നടക്കുന്ന ഇതുപോലുള്ള ചില നാറികളുണ്ടല്ലോ, സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി വരുന്ന ചില മത പണ്ഡിതന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെ കുറിച്ചിട്ടൊന്നും ഇവിടെ ഒരുത്തനും ഒരു പുല്ലും പറയത്തില്ല. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർ അത് പറഞ്ഞുകൊണ്ടിരിക്കും. തെമ്മാടിത്തരവും തെണ്ടിത്തരവും കാണിക്കുന്നവനെയൊക്കെ നമ്മളത് ചൂണ്ടിക്കാണും. ഇതിനകത്ത് ജാതിയും മതവും ഒരു കോപ്പും ഒരു കൊലോട്ടും ഇല്ല. കാരണം ഇവിടെ എല്ലാവരും ഒന്നാണ്. നാട്ടിൽ സംഘപരിവാർ എടുത്തിട്ട് തലങ്ങും വിലങ്ങും ഓരോന്നിനെ മർദ്ദിക്കുമ്പോൾ അവനെതിരെ ഒരു നട്ടല് വിരിച്ചിട്ട് ഒരു മറുപടി പറയാത്ത നിന്നെപ്പോലുള്ള നാറികളാണ് വന്നിട്ട് കൊണയടിക്കുന്നത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഈ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ട്. സത്യസന്ധമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം തെമ്മാടിത്തരങ്ങൾക്കൊന്നും ഒരിക്കലും കൂട്ടു നിൽക്കാൻ പാടില്ല. ആയി പറഞ്ഞ കണക്ക് ഇവനെയൊക്കെ അകറ്റി നിർത്തപ്പെടേണ്ടത് തന്നെയാണ്. ഇവൻ്റെയൊക്കെ മനസ്സും ഇവൻ്റെയൊക്കെ ചിന്താഗതിയും ഈ നാട്ടിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്നതല്ലാതെ വേറെ ഒരു പ്രയോജനമില്ല. അപ്പം ഇതുപോലുള്ള നാറികളെയൊക്കെ നമ്മൾ അകറ്റി നിർത്തുക തന്നെ ചെയ്യണം. നിങ്ങളെ കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സായി ഫുൾ സപ്പോർട്ട്, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. ഞങ്ങളുണ്ട് നിന്റെ കൂടെ.